വല്യേട്ടാ, എന്റെ മോളെ വെറുതെ വിട്ടേക്കാൻ പറ. വീണ്ടും എന്തിനാ എന്റെ കൺമുമ്പിലേക്ക് വന്നേ? നിന്നെ കാണുന്നത് തന്നെ പാപമാ. തൊട്ടാൽ അത് ശനിയാ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. വല്യേട്ടാ, വല്യേട്ടാ, അവളെ വിട്ടേക്ക് വല്യേട്ടാ. എനിക്കാകെ ഉള്ളത് അവള് മാത്രം വല്യേട്ടാ. അവളെ വിട്ടേക്ക് വല്യേട്ടാ. വല്യേട്ടാ, എഴുന്നേക്കടി ഉരുപെട്ടോളെ. ഇനി കാല് പിടിച്ചിട്ട് എന്ത് കാര്യം? മനസ്സിൽ വിഷവും നിറച്ച അമ്മയും മോളും കൂടെ കേറി വന്നപ്പോ ആലോചിച്ചില്ലായിരുന്നു ഇതൊന്നും. ഇതിനകത്ത് ഒരു കയ്യോ എനിക്കില്ല ഇന്ദു അമ്മേ. എന്റെ മോളുടെ മനസ്സ് ഇത്രയും വിഷം നിറഞ്ഞതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്റെ മോളുടെ തോന്നിവാസങ്ങളൊക്കെ നീ അറിഞ്ഞില്ലെന്നാണ് പറഞ്ഞു വരുന്നേ. അവളുടെ ചതിയെ കുറിച്ച് മനസ്സിലാക്കാതെ എന്റെ സ്വന്തം അനന്തരവളെ ഞാൻ ഇത്ര നാളും അകറ്റി നിർത്തി. സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ല ഏട്ടത്തി. എന്നും ഇവിടുന്നെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയവളാ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ എന്റെ മോളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കും? ഇടയ്ക്ക് എന്തോ ഒരു നാൾ നമുക്ക് ആരും ഇല്ലേ അമ്മയെന്ന് ചോദിച്ചപ്പോ ബന്ധങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടാതെ പോയവളാ. മര്യാദയ്ക്ക് കോളേജിൽ പോയി പഠിക്കായിരിക്കുമെന്നാ ഞാൻ കരുതിയെ. പക്ഷെ അവള് ഇവിടെ വന്ന് ഇങ്ങനെ നാടകം കളിച്ചത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നോ? അവളെ വിളിച്ചോണ്ട് പോവാൻ വന്നതാ. ഈ ഒരു തെറ്റ് മാത്രം ക്ഷമിച്ചുകൊണ്ട് എനിക്ക് എന്റെ മോളെ തിരിച്ചറിയണം വല്യേട്ടാ. ഒരു തെറ്റോ? ഇതൊരു ചെറിയ തെറ്റാണെന്നാണോ വിചാരിച്ചേ? ഇന്ന് സത്യം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കുടുംബം കുളം തോണ്ടില്ലായിരുന്നോ നിന്റെ മകള്? നീ അവിടെ ദേവട്ടാ, ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത് ദേവട്ടാ. അമ്മയും മോളും ഒന്നും ചെയ്തെല്ലാം ചെയ്തത്. എന്നെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയത് ഇവരാ. അപ്പൊ എന്റെ മോളെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവളെ കുറിച്ചുള്ള സത്യങ്ങൾ നിങ്ങൾ എല്ലാരും അറിഞ്ഞ അവളുടെ ജീവൻ എടുക്കാനും മടിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ വിനയൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ മാളവിക എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കൊണ്ടുപോയാല്. നീ ആരോടാ കഥകൾ പറയുന്നേ? ശരിക്കും മാളവിക ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോകാൻ വന്നതാണെങ്കിൽ വന്നപ്പോ തന്നെ അവളെയും വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങിയേനെ. അല്ലെങ്കിൽ ഞങ്ങളോട് എല്ലാവരോടും ഈ കാര്യം തുറന്നു പറയുമായിരുന്നു. പറയണോന്ന് ഞാൻ വിചാരിച്ചതാ വല്യേട്ടാ. പക്ഷെ അപ്പ പറഞ്ഞാലും ഇതുപോലത്തെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. പെറ്റ വയറല്ലേ വല്യേട്ടാ. മോള് ചെയ്ത തെറ്റ് മറ്റൊരാൾ അറിയും മുമ്പ് ഇവിടുന്ന് കൊണ്ടുപോകാന്ന് കരുതി. അതല്ലാതെ എനിക്കൊന്നും അറിയില്ല. വല്യേട്ടന്റെ കൂടപ്പറപ്പല്ലെങ്കിലും അനിയത്തിയായിട്ടല്ലേ എന്നെ വളർത്തിയ. എന്നോട് ഒരല്പം ദയ കാണിക്കും. ഇനി നിന്റെ ഈ പൂങ്കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. കൂടപ്പിറപ്പിനെ പോലെ വളർത്തിയതുകൊണ്ടാ ഞാൻ പഴയതൊക്കെ മറന്ന് വീണ്ടും നിന്നെ ഈ വീട്ടിൽ കയറ്റിയത്. പക്ഷെ നീ കാണിച്ചതോ വീണ്ടും നിന്റെ കുനിഷ്ടൊക്കെ പുറത്തെടുത്തു. ഇതവളുടെ രക്തത്തിലുള്ളതാ. അത്ര പെട്ടെന്നൊന്നും മായ്ക്കാൻ പറ്റില്ലടാ. ഇവളുടെ അമ്മയുടെ കള്ളത്തര ഇവൾക്ക് കിട്ടിയതുപോലെ ഇവളുടെ കള്ളത്തര ഇവളുടെ മോൾക്കും കിട്ടിയിട്ടുണ്ട്. അന്ന് എന്റെ ശാന്തമ്മയുടെ സ്വർണ്ണം എടുത്തുകൊണ്ടാ നിന്നെ ഇവിടുന്ന് എനിക്ക് പുറത്താക്കേണ്ടി വന്നത്. ഇന്ന് അതേപോലെ നിന്റെ മോളെന്റെ ദേവന്റെ ജീവിതത്തെ തൊട്ട് കളിച്ച ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? നിന്റെ മോളെ ഇനി ഈ ജന്മം നിനക്ക് കാണാനാവില്ല.
അവളെ മറന്നേക്ക്. അങ്ങനെ പറയല്ലേ വല്യേട്ടാ. എനിക്ക് അവള് മാത്രമേ ഉള്ളെന്നറിയാലോ. അവളെ എനിക്ക് തിരിച്ചു തരണം. അങ്കിൾ, ഇനി എന്തിനാ ഒരു ഡിസ്കഷൻ? നിങ്ങളെല്ലാവരെയും കബളിപ്പിച്ചതിനും ഈ ഫംഗ്ഷൻ കൊളവാക്കിയതിനും പിടിച്ച് പോലീസ് കൊടുക്കാൻ കഴിയും. അങ്ങനെ പോലീസുകാരെ ഏൽപ്പിച്ച നാളെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവര് പുറത്തിറങ്ങും. പക്ഷെ ഈ രാജകൊട്ടാരത്തിന്റെ ശിക്ഷകൾ അതുപോലെയല്ല. അവിടെ മകൾക്ക് ശിക്ഷ കിട്ടുമ്പോ മകൾ എവിടെയാണെന്നോ ഏത് അവസ്ഥയിലാണെന്നോ അറിയാതെ ഇവിടെ ഈ അമ്മയും ശിക്ഷിക്കപ്പെടും. ഇനി എന്റെ കുടുംബത്തെ തൊട്ടുകളിച്ചാലോ ഈ കൊട്ടാരത്തിന്റെ പരിസരത്ത് വരികയോ ചെയ്താൽ തന്നെ ഞാൻ കൊന്നുകളയും. മനസ്സിലായല്ലോ നിനക്ക്? ഒക്കോ അങ്ങനൊന്നും പറയില്ല വല്യേട്ടാ. വല്യേട്ടാ, വല്യേട്ടാ. നന്ദി രാമ. പകുതി കടമ്പ കടന്നു കിട്ടി. ഇനി ഞാൻ വൈദേഹിയാണെന്ന് തെളിയിക്കണം. പാവം മാളവികയെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കായിരുന്നല്ലേ? പക്ഷെ ഇങ്ങനൊക്കെ നടക്കുമെന്ന് ആര് കരുതി? അയ്യേ, അല്ല എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഓഹോ, മതി അഴിക്ക് നിന്റെ കള്ള സന്യാസി വേഷം. മാളവികയെ കുറിച്ച് നിന്റെ മനസ്സിൽ എന്തായിരുന്നെന്നും അവളെ എന്തിനു വേണ്ടി സപ്പോർട്ട് ചെയ്തെന്നും എനിക്കെല്ലാം അറിയാം. നിനക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് അതൊന്നും ഇവിടുത്തെ അച്ഛൻ അറിയാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ചന്ദ്രികയോടൊപ്പം നിനക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയേണ്ടി വന്നേനെ. ആ, അങ്ങനെ പറയണെങ്കിൽ നീ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? നീ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ നിനക്ക് ഇതേ അവസ്ഥ തന്നെ ആയിരുന്നെ. അതിങ്ങനെ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാനിപ്പോ പറഞ്ഞു വരുന്ന എന്താണെന്നറിയോ? തോന്നിവാസങ്ങളൊക്കെ നിർത്തി ഞാൻ പറയുന്ന അനുസരിച്ചാ നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താം. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ദാസേട്ടനല്ല, ഞാൻ തന്നെ കൊല്ലും. ഏട്ടത്തി, എന്റെ മോളെ ശിക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ അവിടെ നിൽക്കുന്ന ജാനകിയില്ലേ, ഏട്ടത്തിയുടെ അനന്തരവളാണെന്നാണ് വിചാരം. അവൾ ഇവിടുത്തെ ആരുമല്ല ഏട്ടത്തി. ജാനകിയെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞ പൊല്ല് ഞാൻ തെറിപ്പിക്കും. നിന്റെ മോള് പിടിക്കപ്പെട്ടു എന്ന് കരുതി അവളെ നിന്റെ കൂടെ കൂട്ടാനുള്ള ശ്രമമാണല്ലേ? അവള് നിന്റെ മോളെ പോലെ സ്വത്ത് തട്ടിയെടുക്കാനല്ല, വന്ന് കേറിയപ്പോ തന്നെ എന്റെ മോനെ വലയിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. നിന്റെ മോളെ പോലും അല്ല ഈ ലോകത്തെല്ലാവരും. എന്നെ പറഞ്ഞാ മതിയല്ലോ. നിന്റെ മോളുടെ വാക്കുകൾ കേട്ട് ആ ജാനകിയെ ഞാൻ ഒത്തിരി ശിക്ഷിച്ചു. ഇപ്പൊ ആ മായയിൽ നിന്നും ഞാൻ മുക്തി നേടി. ജീവൻ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേഗം ഇറങ്ങിക്കോ. ഇനി നിന്റെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. ഇങ്ങനെയുള്ളവരെയൊക്കെ ഒറ്റയടിക്ക് കൊന്നുകളയാൻ പാടില്ല. ഓരോ നിമിഷവും നരകയാതന അനുഭവിച്ചുകൊണ്ട് വേണം ഇവളെ പോലുള്ളവരില്ലാതാവാൻ. ഇപ്പൊ പോവടി ഞാൻ. നിന്റെ ഈ കുടുംബത്തിന്റെ ആണിവേരിളക്കാതെ ഈ ചന്ദ്രിക അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കണ്ട. എല്ലാം മുടിഞ്ഞൊടുങ്ങിയതിന് ശേഷം ഇനി ഞാൻ ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ എന്റെ പേര് ചന്ദ്രികയെന്നല്ല. ചന്ദ്രികേ, എന്റെ ശാന്തമ്മയുടെ സ്വർണത്തിൽ നീ എങ്ങനെ കൈവച്ചു? അറിയാതെ ചെയ്തു പോയതാ വല്യേട്ട.
വലിയേട്ടൻ എന്നോട് പൊറുക്കണം. എന്നോട് പൊറുക്കാനോ? അറിയാതെ ചെയ്തതാണെങ്കിൽ ക്ഷമിക്കാം, പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ശിക്ഷ വേണം. ഈ കൊട്ടാരം വീട് കുളം തോണ്ടാതെ ഞാൻ വിടില്ല. മാഡം 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 നിക്ക് മാഡം. എന്താ മാഡം, ഇനിയെങ്കിലും എന്റെ അനിയത്തി ഒന്ന് വിട്ടൂടെ? ഇനി അവളെ വെറുതെ വിടുമെന്ന് കരുതണ്ട. എടി, എന്റെ മോളെ മറന്നേക്കാനല്ലേ ആ ദശരഥ രാമവർമ്മ പറഞ്ഞത്? അതുപോലെ നീയും നിന്റെ അനിയത്തി അങ്ങ് മറന്നേക്ക്. അയാള് പറഞ്ഞതിന് എന്റെ അനിയത്തി എന്ത് പഴിച്ചു മാഡം? നിങ്ങള് ബന്ധുക്കള് തമ്മിലുള്ള പ്രശ്നം ഇത്. മാളവിക പിടിക്കപ്പെടുകയും ചെയ്തു. അതിന് ഞാൻ എന്ത് ചെയ്യാനാ മാഡം? പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അതിന് കാരണം നീ അടി. ജാനകിയല്ല ശരിക്കുള്ള അനന്തരവള്. അവള് നാടകം കളിക്കുവാന്ന് പറയാൻ പറഞ്ഞിട്ട് ഓരോ തവണയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയില്ലേ? അന്നേ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ജാനകി ആ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു. എന്റെ മോൾ അവിടുത്തെ മരുമകളായനെ. ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയടി. മാഡം, ഞാൻ പറയാൻ തുടങ്ങുന്ന ഓരോ നിമിഷവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെന്റെ തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ വൈദേഹിയ ഇവിടുത്തെ അനന്തരവളെന്നുള്ള സത്യവും ഞാൻ പറയില്ലായിരുന്നു. എന്റെ അനിയത്തെ ദയവ് ചെയ്ത് വിട്ടേക്ക് മാഡം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ചെന്ന് എല്ലാ സത്യം തുറന്നു പറയും. എന്ത് സത്യം പറയുമെന്നോ? ചെന്ന് പറയടി. എനിക്കെന്റെ മോള് നഷ്ടപ്പെട്ടു. ഇനി ദശരഥ രാമവർമ്മയുടെ അനന്തരവള് ആരായാൽ എനിക്കെന്താടി? ആണല്ലോ, എന്നാ പിന്നെ എന്റെ അനിയത്തെ വെറുതെ വിട്ടൂടെ? ഇനി അവളെ പിടിച്ചു വെച്ചിട്ട് എന്ത് കാര്യം? അതെന്റെ ലാഭത്തിന് വേണ്ടിയല്ല. ഈ ദശരഥ രാമവർമ്മയുടെ കുടുംബം തകർന്ന് തരിപ്പണമാവണമെങ്കിൽ നിന്റെ അനുജത്തി എന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവണം. ഞാൻ പറയുന്ന ഓരോ കാര്യവും നീ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കണം. മോളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടപ്പോ ഒറ്റപ്പെട്ടു പോയല്ലോ ചന്ദ്രിക. ഇനി അവളെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നാവും ആ കിളവൻ കരുതുന്നേ. പക്ഷെ ശരിക്കുള്ള കഥ ഇപ്പോഴാടി തുടങ്ങുന്നേ. ദശരഥ രാമവർമ്മയുടെ പതനം ഇനിയാ തുടങ്ങുന്നത്. അതിന്റെ സാക്ഷിയായി നീ ഇവിടെ തന്നെ നിൽക്ക്. മാഡം 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 പ്ലീസ് മാഡം, എനിക്ക് ഇതുമായിട്ട് എന്ത് ബന്ധമാണ് മാഡം? ഞങ്ങളെ വെറുതെ വിട്ടൂടെ? ബന്ധമില്ലാതാവുന്ന എങ്ങനെയാടി? നീ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ജാനകി അനന്തരവളായിട്ട് ഈ വീട്ടിൽ കയറി വരില്ലായിരുന്നു. എന്റെ മകൾക്കിന്ന് ഇങ്ങനെയൊരു ഗതി ഉണ്ടാവുകയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിന്റെ അനുജത്തി എന്റെ കസ്റ്റഡിയിലുണ്ടാവണം. നീ എന്റെ താളത്തിനൊത്തു തുള്ളുന്ന കളിപ്പാവയായിരിക്കണം. ചെന്ന് പറഞ്ഞോളാം പറഞ്ഞെന്ന് കരുതി വൈദേഹിയാണ് ഇവിടുത്തെ അനന്തരവളെന്ന് ചെന്നങ്ങാനും പറഞ്ഞോ, അന്നത്തോടെ തീരും നിന്റെ കഥ. അടുത്ത ക്ഷണം അവിടെ നിന്റെ അനിയത്തിയുടെ ശവം വല്ല പുഴയിലും പൊങ്ങും. ഇതാണ് ചന്ദ്രികയുടെ പ്രതികാരം. ദശരഥ രാമവർമ്മയിൽ നിന്ന് ബന്ധങ്ങൾ ഓരോന്നായി അറ്റുപോയിക്കൊണ്ടിരിക്കണം. അറ്റുപോയ ബന്ധങ്ങൾ ഒരിക്കലും ഒന്നിച്ചു ചേരുകയും അരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? മാഡം മാഡം ഒന്നിവിടെ നിന്നേ മാഡം. മാഡം പ്ലീസ് മാഡം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് മാഡം. വണ്ടി എടുക്കടാ. മാഡം 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 പ്ലീസ് പ്ലീസ് മാഡം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് മാഡം. മാഡം മാഡം താനെന്തിനാ അവരുടെ പുറകെ കിടക്കുന്നത്? ഒന്നുമില്ലെന്നേ, അവരുടെ കാശ് നിലത്ത് വീണായിരുന്നു. അത് കൊടുക്കാന്നും പറഞ്ഞ് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കാതെ പോയി കളഞ്ഞു. എവിടെ? എന്ത് അവരുടെ കാശ്? അതെന്റെ കയ്യിൽ നിന്നും താഴെ വീണു പോയെന്നേ. ഏയ് തടിച്ചി, എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് ദേഷ്യം വരുമെന്ന് ഞാൻ പറഞ്ഞല്ലേ? അയ്യോ ഇല്ലില്ല, ഞാൻ മനഃപൂർവ്വം വിളിച്ചൊന്നുമല്ല.
ശീലം കൊണ്ട് അറിയാതെ വിളിച്ചതാ, ക്ഷമിക്കേ. പ്രോമിസ്. ആ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ മുമ്പ് എപ്പോഴോ പരിചയപ്പെട്ടുണ്ടെന്ന്? നമുക്കിടയിൽ അന്ന് എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന്. തനിക്കൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ലേ? ഇല്ലല്ലോ. മാഗി, നല്ലോണം ഒന്ന് ഓർമ്മിച്ചു നോക്കി. തടിച്ചെന്ന് ഞാൻ അന്നോട്ടേ വിളിക്കാറുള്ളതല്ലേ? ഞാൻ തനിക്ക് വീണ്ടും പ്രോമിസ് ചെയ്തു തരാം. അല്ലെങ്കിൽ വേണ്ട, വിശ്വസിക്കേ, ഞാൻ പറയുന്നല്ല സത്യമാ. നോക്കി, എനിക്ക് ഓർമ്മയുണ്ട്, തനിക്കെന്താ ഓർമ്മയില്ലാത്തത്? എന്നാലേ ഓർമ്മ വരുമ്പോ ഞാൻ പറയാം. അതുവരെ തടിച്ചു വേണ്ട. മാഗി, മേഘന, അത് മതി. മാഗി, മേഘന, എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്. ആ ഓർമ്മകളിലെല്ലാം ഇവളും ഉണ്ട്. അപ്പൊ എന്താ ഇവൾക്കൊന്നും ഓർമ്മ വരാത്ത? ഇതിനി എന്റെ മാത്രം പ്രശ്നമാണോ? ഇതേത് ജന്മത്തിലെ ഓർമ്മകളാണോ? ജീവൻ പോലും പണയം വെച്ച് നീ കുടുംബത്തെ രക്ഷിച്ചല്ലോ. നിനക്ക് സത്യം പറയാനായില്ലെങ്കിൽ ഈ ചതികളൊന്നും ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. ആ അമ്മയും മോളും ചേർന്ന് നമ്മുടെ കുടുംബം നശിപ്പിച്ചെന്നെ. ഇതറിഞ്ഞിരുന്നെങ്കിൽ പാവം എന്റെ അനന്തരവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കില്ലായിരുന്നു. മോളിങ് വന്നേ, വാ. നീ ജനിച്ച സമയത്ത് ഇത് നിന്റെ അമ്മാവൻ കഴുത്തിലിട്ട് തന്നതാ. ഇപ്പൊ വീണ്ടും നിന്നെ അനന്തരവളായി അംഗീകരിച്ച് ഞാൻ ഇത് നിന്റെ കഴുത്തിൽ അണിയിക്കാൻ പോവാ. എന്തൊരു അതിശയവാ. മാളവിക അങ്ങോട്ട് പോയതും ജാനകിയോടുള്ള അമ്മയുടെ ഇഷ്ടം കൂടിയല്ലോ. എന്റെ സ്നേഹമെന്നും എന്റെ അനന്തരവളോടായിരുന്നു. അത് മാളവികയെന്ന് വിചാരിച്ചപ്പോ ആ സ്നേഹം ഞാൻ അവളോട് കാണിച്ചിരുന്നു. ഇപ്പൊ അത് ജാനകിയെന്ന് തെളിഞ്ഞപ്പോ ഇനി എന്റെ സ്നേഹം അവളോടായിരിക്കും. ഇനിയൊരു പക്ഷേ ഈ ജാനകി ശരിക്കുള്ള അനന്തരവളല്ലെന്ന് തെളിഞ്ഞാലോ? അത് ഉഗ്രം പോയിന്റാ. എന്തു നട പോയിന്റ്? നീ ഒന്ന് പോയേ. ജാനകി എന്റെ കൊച്ചുമോളാന്ന് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ തോന്നിയതാ. ഇപ്പൊ അത് സത്യമെന്ന് തെളിയുകയും ചെയ്തു. മാളവികയാണെന്നല്ലേ ഇത്രയും നാളെ നമ്മൾ വിചാരിച്ചിരുന്നത്? എന്തു അമ്മേ, ഇപ്പൊ പോയിന്റ് എന്താന്ന് വെച്ചാ ഇന്നലത്തെ സത്യം ഇന്ന് നുണയാണെന്ന് തെളിഞ്ഞു. ഇന്നത്തെ സത്യം നാളെ നുണയാണോന്ന് തെളിഞ്ഞാലോ എന്ന് ചെറിയൊരു ആശങ്ക. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഏട്ടത്തി. മാളവിക എന്ന നുണ അത്യാഗ്രഹത്തിന്റെ മൂർത്തിഭാവമായിരുന്നു. പക്ഷെ ജാനകി എന്ന സത്യം സത്യസന്ധതയുടെ മുഖമാണ്.
ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും മാത്രം പറയാണ്, ജാനകിയാണ് എൻ്റെ മുറപ്പെണ്ണ്. അതിലിനി യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ് ദേവ. എന്റെ ഷഷ്ടിപൂർത്തിയുടെ അന്ന് ശാന്തമ്മയ്ക്ക് അവകാശപ്പെട്ടത് ഞാൻ അവളുടെ മകൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചു. ഒടുവിലിതാ ആ ആഗ്രഹം നിറവേറാൻ പോവുകയാണ്. പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് ഇങ്ങ് എടുത്തോണ്ട് വാ. പകുതി ആസ്തിതെ കൺമുൻപിൽ കൂടെ തെന്നി മാറുന്നു. മാളവികയാണ് സത്യം കരുതി അവളെ വളയ്ക്കാൻ കുറെ പുറകെ നടന്നതാ. ഈ കള്ളസന്യാസി വേഷം ധരിച്ചില്ലായിരുന്നെങ്കിൽ അവളെ ഞാൻ എന്നേ വലയിലാക്കിയേനെ. സത്യം പറഞ്ഞ അതൊന്നും നടക്കാഞ്ഞത് നന്നായി. ഇനി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇവളെ ഒന്ന് വലയിലാക്കണം. എല്ലാവരും അവരവരുടെ ഭാഗം പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ ജാനകി മാത്രം ഒരു അക്ഷരം പോലും പറയുന്നില്ലല്ലോ. എന്താ അവള് പറയണ്ടേ? അല്ല ഊർമിളെ, എന്താ നിന്റെ പ്രശ്നം? മുറപ്പെണ്ണാണോ അല്ലയോ, രണ്ടിലൊന്നും മാത്രം പറഞ്ഞാ മതി. ഈ മൗനം എന്താണെന്നാ എടുക്കണ്ടേ? ആണെന്നാണോ അല്ല എന്നാണോ? ഇത് വാങ്ങിച്ച മോളെ. എനിക്ക് ഈ ആസ്തി സ്വീകരിക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ ജാനകി ഇവിടുത്തെ ആരും അല്ല എന്നുള്ളത് അവള് സമ്മതിച്ചു എന്നല്ലേ?